ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ട കരിയർ, അതേപോലെ തന്നെ ഫിനാൻസ്, ജോബ്, ബിസിനസ്, ഹെൽത്ത്, വെൽത്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലക്കുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫയൽ ഏതാണ്, ആ ഒരു ഫയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം നമുക്ക് റീഡിങ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള കുറേയധികം ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടി കരിയർ റീഡിങ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ബൾക്ക് ഓഫ് എനർജി, അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിലേഷൻ ബേസ് പോലെയല്ല ഈ പറഞ്ഞ നമ്മൾ കരിയർ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മാത്രമേ ഇതിന്റെ സംഭവം എന്താണെന്ന് ഇത് റിലേറ്റഡ് ആവാൻ പറ്റത്തുള്ളൂ. കുറെ ആൾക്കാരുടെ എനർജി ഇങ്ങനെ വരുന്നതുകൊണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ എനർജി ആയിരിക്കും. അപ്പം കുറെ നമുക്ക് റിലേറ്റഡ്, അപ്പം നിങ്ങൾക്ക് റിലേറ്റഡ് ആവാൻ പറ്റുന്ന കുറെ അധികം സിറ്റുവേഷൻസ് ഇതിൻ്റെ അകത്ത് വരും. ഓക്കെ, അപ്പം നമുക്കിത് നോക്കാം. നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം ഇത് നോക്കുമ്പോഴത്തേക്കും ഞാൻ പറയുമ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കരിയർ, ഫിനാൻസ്, ഇത് കണക്കൊക്കെ നമുക്ക് ഫുള്ള് നോക്കാൻ പറ്റത്തുള്ളൂ. റിലേഷൻ ബേസ് വെച്ച് നോക്കുന്നില്ല. റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ലോ എനർജിയാണ്. ലോ എനർജിയിൽ നിൽക്കുന്ന എനർജിയാണ് റിലേഷൻ ബേസ് വെച്ച് നോക്കുന്നത്. ഡൗൺ ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. അതുപോലെയല്ല കരിയർ ഒക്കെ പറയുമ്പോൾ കരിയർ, ജോബ്, ഫിനാൻസ്, ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എനർജി ഭയങ്കര വലുതായിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിസണേറ്റ് ആവും കേട്ടോ. ഓക്കെ, അപ്പം കരിയർ റിലേറ്റഡ് ആയിട്ട് കുറെ ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ കുറെ അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ തന്നെ കുറെ അധികം എന്താ പറയാ, നിങ്ങൾക്ക് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ, നെഗറ്റീവ് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഈ ഒരു സമയത്ത് കുറെ ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾ പോകുന്ന പാതയിൽ കുറെ അധികം പ്രശ്നങ്ങളും കുറെ അധികം സിറ്റുവേഷൻസും, ജോബ് ആയിരിക്കാം, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം, ഇതിനെ സംബന്ധിച്ച് ഇത് രണ്ടിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു തരം സിറ്റുവേഷൻ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു തരം സിറ്റുവേഷനിലായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. കടം മേടിച്ചിട്ട് തിരിച്ചു തരാണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, അതേപോലെ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജോബ് ഇല്ല. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജോബ് ഇല്ല. ഇറ്റ്സ് എ മൂവ് ഓൺ ടൈം. മൂവ് ഓൺ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ജോബ് ഇല്ലാണ്ട് വീട്ടിൽ വെറുതെ ഒറ്റയ്ക്ക് ലോൺലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. മുന്നേ ഉണ്ടായിരുന്ന ജോബ് കളഞ്ഞതിന് ശേഷം ഇപ്പം ഉണ്ടായിരുന്ന ജോബിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന ഒരു ജോലിയിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്നും, എന്താണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറെ അധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സേവിങ്സ് ഉണ്ടാവുന്നില്ല. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സേവിങ്സ് ഉണ്ടാവുന്നില്ല. ജോലിയിൽ കുറെ അധികം പ്രശ്നങ്ങൾ, മറ്റുള്ളവരെ എന്താ പറയാ, കുത്തുവാക്കുകൾ, അതേപോലെ തന്നെ കുറെ അധികം പ്രശ്നങ്ങൾ. പക്ഷെ 1 or 2 പേര് നിങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ജോലി സ്ഥലത്ത് തന്നെ നിങ്ങളെ 1 or 2 പേര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ മൈൻഡ് സെറ്റ് ഉള്ള തന്നെ കൂട്ടുകാരി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ആ ഒരു ജോബിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ പോലും ഈ ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റും. കാരണം മേ ബി സാറ്റിസ്ഫാക്ഷൻ അല്ലാത്തൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ പണമോ അങ്ങനത്തുള്ള സംഭവങ്ങളോ അല്ല, പക്ഷെ നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയി കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഹൈ ജോലിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു രീതിക്ക് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു മനസ്സമാധാനമോ നിങ്ങൾക്കൊരു മെന്റൽ ഒരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റിയോ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
കുറെ അധികം കാര്യങ്ങൾ അവേക്കനിങ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ടീച്ചറോ സാറോ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയറോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡോ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും അവെയർ ചെയ്യാനുള്ള ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ കുറെ അധികം കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറെ അധികം ബൾക്ക് ഓഫ് എമൗണ്ട്, കുറെ അധികം ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അടുത്ത ലൂപ്പിലോട്ട് അല്ലെങ്കിൽ അടുത്തൊരു കാറ്റഗറിയിലോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത്. മേ ബി അടുത്തൊരു ജേണി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോബിൽ തന്നെ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ തന്നെ എന്താ പറയാ നിങ്ങൾക്ക് അടുത്തൊരു ജോലി കിട്ടാനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ജോലിക്ക് കയറാൻ പറ്റാണ്ട് വീട്ടിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ജോലി കയറാൻ ഭയങ്കരമായിട്ടും മാനസികപരമായിട്ടും ഭയങ്കരമായിട്ടും വിഷമിച്ച സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത ജോലിയിലോട്ട് നിങ്ങളുടെ ജോലി എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജോലിക്കോ അങ്ങനെ പോകാനുള്ള ഒരു സിറ്റുവേഷൻ അടുത്ത ലൂപ്പ് അല്ലെങ്കിൽ അടുത്ത ടൈം അത് കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ടൈം അങ്ങനെയാണ്. അത് ഞാൻ കറക്റ്റ് ടൈമിലാണ് ഞാൻ വന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഓക്കെ, അത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ നിങ്ങൾക്ക് നാളെ എന്നൊരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ഇത് മാറും. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും ഈ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞതിന്റെ കറക്റ്റ് കാര്യം എന്ന്. അതാണ് ഞാൻ ഈ വീഡിയോ ഇന്നായിരിക്കും കറക്റ്റ് അപ്ലോഡ് ആക്കും ഞാൻ. അപ്പം ജോലിക്ക് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ഈ ഒരു ദിവസം ഈ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ജോലി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. നിങ്ങൾക്ക് ജോലിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമവും കാര്യങ്ങളും നിങ്ങൾക്കൊന്നൊരു മനസ്സമാധാനം കിട്ടാത്ത ഒരവസ്ഥ. പക്ഷേ ഈ ഒരു ടൈം മാറും കേട്ടോ. നാളെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ടൈം സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അട്രാക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് മാറും. ഓക്കെ, അപ്പം ഈ ഒരു ടൈം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് കേട്ടോ. ഇത് എപ്പോൾ ആൾക്കാർ കാണുന്നത് അപ്പം അവർക്ക് റീഡിംഗ് ആവുന്ന ഒരു കണക്റ്റഡ് ആവുന്ന ഒരു റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് റീസണേറ്റ് ആവും. ആ സമയത്ത് ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു സമയത്തെ സംബന്ധിച്ച് സ്പിരിച്വൽ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് എത്തണം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത്, ഗോൾ എന്താണ്. മേ ബി ഒരു വീട് വെക്കണം എന്നുള്ള ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സെറ്റിൽഡ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും വിഷനും എല്ലാം ഉണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു തരം എന്താ പറയാ ഒരു മെന്റലി ഒരു സിറ്റുവേഷൻ ഡൗൺ ആണ് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മുന്നേ നല്ല രീതിക്ക് ജീവിച്ചിരുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ മുന്നേ നല്ല രീതിക്ക് ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒട്ടും ക്ഷയിച്ചു പോയ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വിഷമിച്ച് നിൽക്കുന്നത്. കാരണം പണ്ടത്തെ പോലത്തെ ഒരു സിറ്റുവേഷനിൽ പണ്ടത്തെ പണമോ കാര്യങ്ങളൊന്നും വരാത്ത അല്ലെങ്കിൽ ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ട് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങളുടെ കരിയർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കരിയർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, ഫിനാൻസിനെ സംബന്ധിച്ച് നോക്കാം. നിങ്ങളുടെ ഫിനാൻസ് എത്രത്തോളം നിങ്ങളുടെ ഫിനാൻസ് എന്ന് പറയുന്നത് ഓക്കെ, അപ്പം നിങ്ങളുടെ ഫിനാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ഐഡിയ വരുന്നുണ്ട്, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു എന്തൊക്കെയോ സംരംഭങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കഴിച്ചു പോകാൻ അല്ലെങ്കിൽ ആരോഗ്യം നോക്കി നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ കുറെ അധികം പുതിയ കാര്യങ്ങൾ ഫിനാൻഷ്യലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനായി കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ അടുത്തോട്ട് ഈ പറയുന്ന സിറ്റുവേഷൻസ് വരും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ചെറിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഭയങ്കരമായിട്ടും സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക. പണം എന്ന് പറയുന്നതിലൂടെ ഭയങ്കരമായിട്ടും അവെയർ ആവാൻ വേണ്ടി നോക്കുക. അവേക്കനിങ് ഉണ്ടാവണം. നിങ്ങളെ സംബന്ധിച്ച് പണത്തിന് ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതിനെക്കുറിച്ച് അവേക്കനാവും. എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, പണത്തിനോടുള്ളൊരു പവർ എന്താണ്, അങ്ങനത്തുള്ള അതായത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു ടൈം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. നല്ല വിഷൻ വേണം. നല്ല വിഷൻ, ഇൻറ്റ്യൂഷൻ വിഷൻ മാത്രം പോരാ, ട്രോമ ആയിട്ടുള്ള, അതായത് പണത്തിനൊരു ട്രോമ സെൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത്
സഹസ്ര എന്ന് പറയും, സഹസ്ര ചക്ര, അതിന് വെച്ചായിരിക്കണം പണം കളിക്കേണ്ടത്. ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നമ്മൾ ബുദ്ധി മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ ഒരു കോൺഫിഡൻസ് വേണം, നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവണം നിങ്ങൾക്ക്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുള്ളൂ. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ ഫിനാൻഷ്യൽ ഈ സ്റ്റെബിലിറ്റി, കുറേ അധികം പണം കടം കൊടുത്തേക്കുന്നത്, എന്തൊക്കെയോ പണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്തൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ട് ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാണാം. കയ്യിൽ ഇരിക്കുന്ന സാധനം കൊണ്ട് പോലും നിങ്ങൾക്ക് ഉപയോഗം പറ്റുന്നില്ല, അല്ലെങ്കിൽ നടത്തുന്ന കാര്യം കൊണ്ട് പോലും നിങ്ങൾക്കൊരു ഉപയോഗം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ അധികം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജോലിയിൽ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന ജോലിയും വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം എമൗണ്ട് വരുന്നുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊരു ശാശ്വതമായിട്ട് വരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്കിവിടെ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നു. കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് എമൗണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആഹാരം കഴിച്ചു പോകാനും അതിനും ഇതിനുള്ള ഒരു എമൗണ്ട് മാത്രമായിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഫിനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻസ് എങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നു, അതേ കണക്ക് തന്നെ അത് എങ്ങനെയൊക്കെയോ പോകുന്നു. ഒരു 10,000, ഒരു 10,000 നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 2,000 രൂപ ഇവിടെ പോകുന്നു, 2,000 രൂപ ഇവിടെ പോകുന്നു, ഇങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. കുറേ സാധനങ്ങൾ അവിടെ ചിലവാകുന്നു, കുറേ കടം കൊടുക്കുന്നു, അങ്ങനെ പോകുന്നു, കടം മേടിക്കുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനായി കാണാൻ പറ്റുന്നു. കുറേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ടൊരു ഫുൾഫിൽമെന്റ് വിഷസ് വരാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുക. കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. കംഫർട്ട് സോൺ വിട്ട്, ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളതിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ട്രസ്റ്റ് കളയരുത്. നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സംഭവം വരും എന്നുള്ളത് പൂർണ്ണമായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അത് ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത് അട്രാക്റ്റഡ് ആവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറയാൻ വന്ന ഹെൽത്ത് ആണ്, ഹെൽത്തും ലക്കും. ഓക്കെ, അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്ത് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണ്, എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റിക്കവറി ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അതൊക്കെ റിക്കവറി ആവും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നമുള്ള സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റിക്കവറി ആവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ സമയത്ത് കുറേ അധികം ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ മക്കളെ കൊണ്ട്, അതേപോലെ തന്നെ കുട്ടികളില്ലാത്ത ആൾക്കാരെ കുട്ടികളുണ്ടാകുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹെൽപ്പ് വരുന്നുണ്ട്. കല്യാണം, മാരേജ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട്. കുറേ അധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, മേ ബി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാർ ഈ പറഞ്ഞ കണക്കിന് നിങ്ങളുടെ അടുത്തോട്ട് വരും. ഓക്കെ, അപ്പം ലക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമൈൻ പോസിറ്റീവ്. ലക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. പോസിറ്റീവ് കാർഡാണ് കാണിക്കുന്നത്. റിമൈൻ പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. എസ് കാർഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കരിയർ ഫിനാൻസ് സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റഡ് ആവും എന്ന് എനിക്ക് 100% ട്രസ്റ്റ് ഉണ്ട്. അപ്പം ഓക്കെ, നമുക്ക് അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാമേ. ഓക്കെ, അടുത്തായിട്ട് സെക്കൻഡ് പൈൽ, രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ കരിയർ, ഫിനാൻസ്. സെക്കൻഡ് പൈൽ കരിയർ, ഫിനാൻസ്. ഓക്കെ,
അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് പൈൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ഒരു നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളും ഉള്ള ആൾക്കാരായിട്ടൊക്കെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് ജോലിയുണ്ട്, ജോലി ഇല്ലാത്ത ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇമോഷൻ ലോസ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നിനും ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ഒരു ശ്രദ്ധ ഇല്ല. അതായത് എന്താ പറയാ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളൊരു സംഭവമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സ് എവിടെയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെ, നിങ്ങൾ വേറെ എന്തൊക്കെയോ ആലോചിച്ച് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ചിന്തിച്ചിരുന്നാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സ് അവിടെ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ ഇമോഷൻ ലോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടത്തിന്റെ കുറെ അധികം കണക്കുകൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും ചിന്തിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് ആവുന്നുള്ള കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങളൊരു ടീച്ചർ ആയിരിക്കാം, നിങ്ങളൊരു സാർ ആയിരിക്കാം, നിങ്ങൾ എന്തൊക്കെയോ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾക്കൊരു അതിനെന്താ പറയാ, നിങ്ങൾ അവിടെ കംഫർട്ട് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ജോലിയിൽ നിങ്ങൾ അത്രയും കംഫർട്ട് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് ഇവിടെ കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കംഫർട്ട് ഇല്ലായ്മ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച അത്രയും ഉള്ളൊരു പണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ളൊരു ജോലി അല്ലായിരിക്കാം അത്. കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട ജോലിയാണത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരം കൊണ്ട് സ്കില്ല് നേടേണ്ട ഒരു ജോലിയായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ബിസിനസ് ആയിരിക്കും, എന്തുമായിരിക്കാം. പക്ഷെ നിങ്ങളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഈ ഒരു സംഭവം വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാം. ഈ കരിയർ ജോബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ആരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഒരു കൂട്ടുകാരിയുണ്ട്, കൂട്ടുകാരനുണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും, ഡിവൈൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് അറിയാൻ പറ്റില്ല. നിങ്ങളൊരു ടെംപ്റ്റേഷൻ, നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഭയങ്കരമായിട്ടുള്ള ടെംപ്റ്റേഷൻ, അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് മൈൻഡ് പോകുന്നു, ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് മൈൻഡ് പോകുന്നു. മൈൻഡ് ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പരിപാടി, ആ ഒരു ഇത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതാണ് എനിക്ക് കറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സിറ്റുവേഷൻ. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു സിറ്റുവേഷൻ, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് കുറെ അധികം ആൾക്കാർ കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് പലയിടത്തും പറയണമെന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് കുറെ അധികം ആൾക്കാർക്ക് നിങ്ങൾക്ക് എല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് വീട്ടുകാരടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, കൂട്ടുകാരടുത്ത് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ആരടുത്തും ഇതൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ വല്ലാത്തൊരു വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര intuitive ആണ്, നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്, ഭയങ്കരമായിട്ടും ചിന്താഗതിയുള്ള ആൾക്കാരാണ്, പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കും, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാം ഉണ്ടെങ്കിൽ പോലും കുറെ ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ എന്തൊക്കെ ഒരു ടെംപ്റ്റേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. എങ്ങോട്ടോ പോകണം, വേറെ എന്തെങ്കിലും ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് പിടിച്ചു നിർത്തുന്നു. ഒരു സക്സസ് ഉണ്ടാവുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തിലോട്ടെങ്കിലും ഇറങ്ങണം, പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം, പുതിയ കാര്യം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പോകേണ്ട, വിധിപ്രകാരം പോകേണ്ട സിറ്റുവേഷൻസ്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളെ പിടിച്ചു കുലുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നേരായ വഴി പോകാൻ പറ്റാണ്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഉള്ള വ്യക്തികളാണ്. ഫ്യൂച്ചർ പ്ലാൻസ് ഉള്ള വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, വീട് വെക്കണമെന്നായിരിക്കാം, കാർ മേടിക്കണമെന്നായിരിക്കാം, സമൂഹത്തിൽ നല്ല രീതിക്ക് ജീവിക്കണം, നല്ല ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വല്ല ഇൻവെസ്റ്റ് ചെയ്യണം. കുറെ അധികം പ്ലാനുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ സത്യമായിട്ടുള്ള കാര്യമായിട്ട് പറയാം. കാരണം നിങ്ങൾക്ക് കുറെ അധികം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫിൽ, അതായത് ജീവിച്ചു പോകാനും കുറച്ച് ഇൻവെസ്റ്റ്മെന്റും അന്നന്നേക്കത്തുള്ള കാര്യങ്ങളും അങ്ങനെ അല്ലല്ലാണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറെ അധികം സംഭവങ്ങൾ പ്ലാൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് എനിക്കിവിടെ കാണുന്നത്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ വേണ്ടി, വെളിയിൽ പഠിക്കാൻ പോവാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്, വെളിയിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, വെളിയിൽ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, നല്ല കോളേജിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഫസറായിട്ട് വെളിയിൽ പോകണമെന്നുണ്ട്, ജോലി ചെയ്യാൻ വെളിയിൽ പോകണമെന്നുണ്ട്, അതേപോലെ തന്നെ
10 പേരെ പഠിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ അല്ല ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടും അവെയർ ആവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ അവെയർ ആവുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ കുറെ അധികം ആൾക്കാർ അട്രാക്റ്റഡ് ആവും, കുറെ അധികം സിറ്റുവേഷൻസ് വരും, കുറെ അധികം പ്രശ്നങ്ങൾ വരും, കുറെ അധികം കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും. ഇതിൽ നിന്ന് നിങ്ങൾ സക്സസ് ഉണ്ടാവുകയും ചെയ്യും, നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും, ഡിപ്രഷൻ മൂഡിലോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിലോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അവെയർ ആവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ഈ ഒരു ടൈം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്. ഇനി നിങ്ങളുടെ ഫിനാൻസ് നോക്കാം നമുക്ക്. ഫിനാൻസ് ഓക്കെ, ഫിനാൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും അവെയർ ആവുക. നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുക. സ്പിരിച്വൽ പ്രോസ്പിരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ചെയ്യുക. എനിക്ക് നിങ്ങളുടെ ഒരു സമയം പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആരോഗ്യം മെയിൻലി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. നിങ്ങളുടെ ആരോഗ്യം മോശപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലും നിങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ്, യോഗ, മെഡിറ്റേഷൻ പ്ലാൻ, അങ്ങനത്തെ ഉള്ള ജിം, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറേ അധികം മാറ്റങ്ങൾ, ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഏതൊരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു വ്യക്തി കടന്നു വരുന്നുണ്ട്, ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, റിലേഷൻ ബേസ് വെച്ച് നിങ്ങളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കൊണ്ട് ആ വ്യക്തി മൂലം നിങ്ങൾ കുറേ അധികം ഓപ്പർച്യൂണിറ്റി, കുറേ അധികം റിലേഷൻഷിപ്പ് അല്ല കുറേ അധികം ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫിനാൻസിനെ സംബന്ധിച്ച് കുറേ അധികം ആൾക്കാർക്ക് ഇമോഷണലി, അതായത് എനിക്കത് ഇല്ലല്ലോ, എന്നെ കയ്യിൽ എന്ത് പണം വരാത്തത്, അങ്ങനെയൊക്കെയുള്ള ഇമോഷണലി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് കണക്ട് ചെയ്ത് ട്യൂൺ ചെയ്ത് ആ ബ്രെയിനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരേണ്ട ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് അത് നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആയിരിക്കും. പല വിധത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നോളും. നിങ്ങൾ പോലും വിചാരിക്കത്തില്ല ഇത്രയും എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ വരുന്നത്. അത് കണക്റ്റഡ് ആയി ആഗ്രഹിക്കുക. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഫിനാൻഷ്യലിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധേടല്ല, അതാണ് നിങ്ങൾക്കുള്ള പ്രശ്നം. നിങ്ങൾക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സീൻ പറ്റുന്നത്. അപ്പം അതിനെക്കുറിച്ച് മാക്സിമം നിങ്ങൾ തന്നെ പഠിച്ച് സെറ്റപ്പ് ആക്കാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലക്കും നിങ്ങളുടെ ഹെൽത്തുമാണ് പറയാനുള്ളത്. നിങ്ങൾക്കൊരു ലക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് കാണുന്നില്ല. ആരോഗ്യപരമായിട്ടൊക്കെ നല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ വലിയ മോശപ്പെടാത്തൊരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ലക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ട്രസ്റ്റ് വേണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നിങ്ങളുടെ അടുത്ത് വേണം. കോൺഫിഡൻസ് വേണം. എത്ര തകർന്ന് പാളി ഇത് ബിസിനസ്സും കരിയറും അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര തകർന്ന് പാളി സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് ഒട്ടും പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ബിസിനസ് എന്താണോ അത് നമുക്ക് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ എന്താണോ അല്ലെങ്കിൽ നമ്മളെ ജോലി എന്താണോ അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, ധൈര്യം, ആ ഒരു പവർ വേണം നമുക്ക്. അത് എന്തെന്നൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ മുന്നേറാനുള്ള അല്ലെങ്കിൽ അതിനെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു കോൺഫിഡൻസ്, പവർ നമ്മുടെ കയ്യിൽ തന്നെ. ദൈവത്തിനും ആരെയും വിളിച്ച് ചോദിക്കാൻ പാടില്ല, അത് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് വേണം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവം തന്നെ നമുക്ക് ഓരോന്നും, നമ്മുടെ ഈ പ്രകൃതി തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ അത് കുറച്ച് താമസിക്കും, ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. അങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ വിജയിക്കും.
നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്കും കാര്യങ്ങളും അത് നോക്കിയൊന്നും ഇരിക്കരുത്. ലക്ക് ഞാനിത് ചുമ്മാ ഞാൻ ഇതിനകത്ത് ഇത് വെച്ചെന്നേ ഉള്ളൂ, ലക്ക് ഉണ്ടാവാൻ നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട്. സത്യം ലക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലക്ക് ഉണ്ടാവത്തില്ല, ചിലർക്ക് ലക്ക് ഉണ്ടാവും. കോൺഫിഡൻസും ധൈര്യവും ആ ഒരു പവറും ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്കൊക്കെ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ദൈവവിശ്വാസം വേണം കേട്ടോ. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ പണിവാളും. ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ ഉള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പൊ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.